ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ 9ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ആദ്യത്തെ ചാപ്റ്ററാണ് ഫിസിക്സിലെ. ഓക്കെ, അപ്പോൾ ഏതാണ് ചാപ്റ്റർ നമുക്ക് നോക്കാം. നമ്മൾ 8ാം ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ചെറിയൊരു ഡീറ്റെയിൽ പഠിച്ചതാണ്, എങ്കിൽ കൂടിയും കുറച്ച് കൂടുതൽ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? നോക്കാം. പ്രകാശത്തിന്റെ അപവർത്തനം. അപ്പൊ എന്താണ് അപവർത്തനം? നമ്മൾ ആദ്യമായിട്ടായിരിക്കും അപവർത്തനം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ. പ്രകാശത്തിന് നമ്മൾ റിഫ്ലക്ഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോൾ എന്താണ് അപവർത്തനം എന്ന് നമുക്ക് നോക്കാം. അപവർത്തനത്തിന് നമ്മൾ വേറൊരു ടേമിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയാം. എന്താണ് റിഫ്രാക്ഷൻ? അപ്പൊ നിങ്ങൾ ആ വേർഡ് കൂടെ ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 9th-ലാണ്, 10th എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ +1 +2ലേക്ക് മാറുമ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എന്താണ്? കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. അപ്പോൾ ആ ടേമുകൾ കൂടെ നമ്മളിപ്പോൾ പഠിക്കുന്ന കൂടെ ആ ടേമുകൾ കൂടെ പഠിക്കുക. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്രാക്ഷൻ. അപ്പോൾ ഈ മലയാളം ടേം അല്ലാതെ ഇംഗ്ലീഷ് ടേം കൂടെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ +1-ലേക്ക് നിങ്ങൾക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഇതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ടേം എന്ന് പഠിക്കാൻ ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2-3 വാക്കുകൾ ഇംഗ്ലീഷ് ടേമുകൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ പ്രകാശത്തിന്റെ അപവർത്തനം. അപ്പൊ എന്താണ് അപവർത്തനം? അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും, എന്താണ് ഈ അപവർത്തനം? നമ്മുടെ പ്രകാശത്തിന്റെ ഒരു ഫിനോമിനയാണ് ഈ അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നോക്കുക, നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം, ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം കാണുന്ന ഒരു ഫിഗർ ആണല്ലേ ഇത്. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അത് ശ്രദ്ധിച്ച് നോക്കിയേ. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന്? എന്താണ്? ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയുള്ള കുട്ടിക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? അങ്ങ് ദൂരെ എന്താണ്? വേനൽ സമയത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് അല്ലെ. വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് ആ കുട്ടിക്ക് തോന്നുകയാണ് അല്ലെ. നല്ല വേനൽ സമയത്ത് നിങ്ങളൊരു ഹൈവേയിലൂടെ ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, ഇതേ കാര്യം നിങ്ങൾക്കും കാണാൻ സാധിക്കും. എപ്പോഴാണ്? വേനൽ സമയമായിരിക്കണം. അപ്പൊ ഇതിനൊക്കെയുള്ള കാരണം എന്താണ്? ഇവിടെ ശരിക്കും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ? അങ്ങ് ദൂരെ വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഈർപ്പം ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ചെറിയൊരു നനവ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ വെള്ളമോ നനവോ നമുക്ക് കാണുന്നുണ്ടോ? ആക്ച്വലി ഇല്ല. നമ്മൾ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ യാതൊരു വെള്ളമോ ഒന്നുമില്ല. റോഡ് സാധാരണ രീതിയിലുള്ള റോഡ് തന്നെയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഈ കാര്യം തോന്നുകയാണ് അല്ലെ. നമുക്ക് ആക്ച്വലി നമുക്ക് അവിടെ ശരിക്കും ഇല്ല. നമുക്ക് എന്തോ അങ്ങനെ ഒരു ഇല്യൂഷൻ പോലെ തോന്നുകയാണ്. അപ്പൊ അങ്ങനെയുള്ള തോന്നലിന്റെ കാരണം എന്താണ്? ഓക്കെ, അപ്പൊ ഈ കാര്യം, ഇതിനുള്ള കാരണമൊക്കെ നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു റോഡിൽ വെള്ളമുള്ളതായിട്ട് തോന്നുന്നത്? ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കും? ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ് അപവർത്തനം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ അപവർത്തനം എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് വലിയൊരു 2 ഗ്ലാസുകൾ കാണാൻ സാധിക്കും അല്ലെ. 2 ഈക്വൽ സൈസ് ഉള്ള ഒരേപോലെയുള്ള 2 ഗ്ലാസുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ എന്താ വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എന്താ വെച്ചിരിക്കുന്നത്? ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട് അല്ലെ. കാണുന്നുണ്ടല്ലോ അല്ലെ. 2 ഒരേ സൈസുള്ള ഒരേ വലുപ്പമുള്ള 2 ഗ്ലാസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്ലാസ്സിലേക്ക് ഞാൻ എന്താ വെച്ചിരിക്കുന്നത്? ഒരേ വലുപ്പമുള്ള ഒരേ കളറുള്ള ഒരു പെൻസിൽ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫിഗർ 1 ആൻഡ് ദിസ് ഇസ് ഫിഗർ 2. ഇത് ഒന്നാമത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ 2 ഫിഗർ തമ്മിലുള്ള ഒരു വ്യത്യാസം? നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്തെന്ന് എനിക്ക് പറഞ്ഞു തന്നെ. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഒന്ന് നോക്കിയേ, നന്നായി ഒന്ന് നോക്കിയേ. നോക്കാം, നമ്മുടെ ആദ്യത്തെ ഫിഗർ, ഇതിൽ നമുക്ക് എന്തൊക്കെ കാണാം? ഒരു ഗ്ലാസ് ഉണ്ട് അല്ലെ. ഒരു പെൻസിലും ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും നമുക്ക് ഈ ഗ്ലാസ്സിൽ കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഇല്ല. എന്നാൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗ്ലാസ് അല്ലെ. ഈ രണ്ടാമത്തെ ഗ്ലാസ്സിൽ എനിക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ജലമുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ എന്ത് കാണാൻ സാധിക്കും? ജലം.
അല്ലെ? നമുക്കിവിടെ എന്തുണ്ട്? ജലം കൂടി കാണാൻ സാധിക്കും അല്ലെ? ഗ്ലാസ് ഉണ്ട്, വെള്ളമുണ്ട്, അതിലേക്ക് ഞാൻ എന്ത് വെച്ചിരിക്കുകയാണ്? എൻ്റെ ഈ പെൻസില് വെച്ചിരിക്കുകയാണ്. ഇനി എന്താ നമുക്ക് ഈ രണ്ട് പിക്ചർ തമ്മിലുള്ള ഒരു വ്യത്യാസം? ആ പെൻസിൽ മാത്രം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. പെൻസിൽ മാത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കുക. രണ്ട് പെൻസിൽ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? നമ്മുടെ രണ്ടാമത്തെ ഫിഗറില്, രണ്ടാമത്തെ പിക്ചറില് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഈ പെൻസില് പൊട്ടിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? എന്താണ് പൊട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ വളഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ പൊട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ ഈ പെൻസിൽ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് സാധാരണ ഞാൻ എങ്ങനെയാണോ എൻ്റെ പെൻസിൽ വെച്ചത് ആ പെൻസിൽ തന്നെ എനിക്ക് പുറത്തേക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പൊട്ടിയതുപോലെ എനിക്ക് തോന്നുകയല്ലേ ചെയ്യുന്നത്? ശരിക്കും ഇത് പൊട്ടിയിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഇത് പൊട്ടിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം? എന്നാൽ ഈ പെൻസിലിന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. ഈ പെൻസിലിന് ഒരു പൊട്ടിയതായിട്ടോ ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഈ ഒരു പെൻസിലിന് എനിക്കിങ്ങനെ പൊട്ടിയതായിട്ട് വളഞ്ഞിരിക്കുന്നതായിട്ട് ഒക്കെ എനിക്ക് തോന്നുകയാണ്. അതിനുള്ള കാരണം എന്താ? നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ റോഡിൽ കുറച്ച് വെള്ളമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു, ഇവിടെ പൊട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇതിനൊക്കെ കാരണം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പൊട്ടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക അല്ലെ, നമുക്ക് തോന്നുകയാണ് അല്ലെ, ഇങ്ങനെ തോന്നാനുള്ള കാരണമാണ് അപവർത്തനം അഥവാ എന്താണ്? റിഫ്രാക്ഷൻ. ഓക്കെ, അപവർത്തനത്തിന്റെ കൂടെ ഞാൻ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വേർഡ് തീർച്ചയായും പഠിക്കേണ്ട വേർഡാണ്. ഓക്കെ, അപ്പൊ ഹയർ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ അപവർത്തനം എന്നല്ല നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. എന്തായിരിക്കും? റിഫ്രാക്ഷൻ എന്നായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ് ഈ റിഫ്രാക്ഷൻ എന്ന് ആലോചിച്ചിരിക്കരുത്. അപവർത്തനത്തിന്റെ കൂടെ ഞാൻ ഈ ടേം കൂടെ ഞാൻ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കേട്ട് കേട്ട് നിങ്ങൾക്ക് ഓൾറെഡി അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചോളും. ഓക്കെ, അപ്പോ ഇതിനുള്ള കാരണം എന്താണ്? അപവർത്തനം. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ അപവർത്തനം അല്ലെ? ഇങ്ങനെ പൊട്ടി നിൽക്കുന്നു എന്നുള്ള കാരണം ഞാൻ പറഞ്ഞു അപവർത്തനമാണ്. എന്തായിരിക്കാം? അപ്പോ എന്താണ് അപവർത്തനം എന്ന് പറഞ്ഞു തരാം. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ലൈറ്റ് അല്ലെ, നമുക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അഥവാ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റിനുള്ള എല്ലാ കാര്യവും നമുക്ക് കാണാൻ സാധിക്കും. പ്രകാശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണത്. നമുക്ക് കണ്ണുണ്ടായാൽ മാത്രം പോരാ, എന്തുകൂടെ ആവശ്യമുണ്ട്? നമുക്ക് പ്രകാശവും ആവശ്യമുണ്ട് നമ്മുടെ ഓരോ വസ്തുവിനെയും കാണണമെങ്കിൽ. ഇപ്പൊ നിങ്ങൾക്ക് ചുറ്റിനും ബെഞ്ച് ഉണ്ടായിരിക്കാം, ടേബിൾ ഉണ്ടായിരിക്കാം, പേപ്പർ, പെൻസിൽ, ബുക്ക്, ഇതെല്ലാം നിങ്ങൾക്ക് ചുറ്റിനുണ്ടായിരിക്കാം അല്ലെ? പക്ഷേ നിങ്ങൾക്ക് അവിടെ പ്രകാശമില്ലെങ്കിൽ ഇതൊക്കെ കാണാൻ സാധിക്കുമോ? ഒരു ഇരുട്ട് മുറിയിൽ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ അഥവാ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ വസ്തുക്കളെയും, നമുക്ക് ചുറ്റുള്ള എല്ലാ കാര്യത്തെയും നമുക്ക് കാണണമെങ്കിൽ ആവശ്യമുണ്ട്? പ്രകാശം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഈ പ്രകാശം ഈ വസ്തുവിൽ തട്ടിത്തെറിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തിയാൽ മാത്രമേ ഇവിടെ എനിക്കൊരു ഗ്ലാസ് ഉണ്ട് എന്ന് എനിക്ക് കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശം ഈ ഗ്ലാസ്സിൽ തട്ടി തെറിച്ച് എൻ്റെ കണ്ണിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ ഒരു ഗ്ലാസ് നിൽക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കൂ. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ അപവർത്തനം. എന്താണ് അപവർത്തനം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പ്രകാശം നോക്കുക, ഇവിടെ എത്ര മീഡിയം ഉണ്ട്, എത്ര മാധ്യമം ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്താണ് ഈ മാധ്യമം? മാധ്യമം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് മാധ്യമമായിട്ട് നമുക്ക് പല കാര്യങ്ങളും എടുക്കാം. നമുക്ക് എന്തൊക്കെ എടുക്കാം? ജലം എടുക്കാം, വായു എടുക്കാം, ഗ്ലാസ് എടുക്കാം, ഡയമണ്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് എന്തുകൊണ്ടാ മിസ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നോട്ടായിട്ട് എഴുതി വെക്കുക. നമ്മൾ അപവർത്തനത്തിന് കുറച്ച് റൂൾസ് ഉണ്ട്. എല്ലായിടത്തും അപവർത്തനം നടക്കില്ല. അപവർത്തനം നടക്കണമെങ്കിൽ നമ്മുടെ രണ്ട് മാധ്യമം എന്തായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്തായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരുന്നു എന്ന് വെച്ചാൽ ആ മാധ്യമത്തിലൂടെ എൻ്റെ വെളിച്ചത്തെ നമുക്ക് ഉള്ളിലൂടെ കടത്തിവിടാൻ സാധിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെ, മരത്തിന്റെ ഉള്ളിലൂടെ നമുക്ക് പ്രകാശത്തെ നമുക്ക് ഉള്ളിലൂടെ കടത്തിവിടാൻ സാധിക്കുമോ? ഇല്ലാലോ, ഇല്ല. അപ്പോ മരത്തില് അല്ലെങ്കിൽ നമ്മുടെ ഒരു തടിയില് എന്ത് നടക്കില്ല? അപവർത്തനം നടക്കില്ല എന്ന് ഓർത്തു വെക്കുക.
ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ്സിലൂടെ എനിക്ക് പ്രകാശത്തെ കടത്തിവിടാൻ പറ്റുമല്ലോ, പറ്റൂ അല്ലെ? അപ്പോ ഗ്ലാസ്സിൽ നമുക്ക് എന്ത് നടക്കും? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ നടക്കുമെന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ വായുവിലൂടെ എനിക്ക് പ്രകാശത്തെ കടത്തിവിടാൻ പറ്റുമോ? പറ്റൂ അല്ലെ? അപ്പോ വായുവിൽ എന്ത് നടക്കും? നമ്മുടെ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം നടക്കുമെന്ന് ഓർത്തു വെക്കുക. അപ്പോ പ്രകാശം കടത്തിവിടുന്ന ഏതൊരു മാധ്യമവും, ഓക്കെ, പ്രകാശത്തെ ഉള്ളിലൂടെ കടത്തിവിടുന്ന ഏതൊരു മെറ്റീരിയൽ അഥവാ ഏതൊരു നമുക്ക് മാധ്യമമായി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഈ ഗ്ലാസ്സിൽ എത്ര മാധ്യമമുണ്ട് മക്കളെ? എൻ്റെ ഈ ഗ്ലാസ്സിൽ എത്ര മാധ്യമമുണ്ട്? നമുക്കിവിടെ ജലം കാണാൻ സാധിക്കും അല്ലെ? കാണാൻ സാധിക്കും. ഇവിടെ മുതൽ ഇവിടം വരെ ഇവിടം വരെ എന്തുണ്ട്? ജലമുണ്ട് അല്ലെ? എന്നാൽ നോക്കുക, നിങ്ങൾ കാണാത്തൊരു കാര്യമുണ്ട്. ഇവിടെ മുതൽ ഇവിടം വരെ എന്തുണ്ട്? വായു ഉണ്ട് അല്ലെ? വായു ഇല്ലാതെ പോവോ? ഇല്ല. അപ്പോ ഇവിടെ മുതൽ ഇവിടം വരെ എന്തുണ്ട്? വായു ഉണ്ട് അല്ലെ? ഇവിടെ മുതൽ ഇവിടം വരെ എന്തുണ്ട്? വായു ഉണ്ട്. അപ്പോൾ 2 മീഡിയം നമുക്ക് ഇവിടെ ഉണ്ട്, അഥവാ 2 മാധ്യമം നമുക്ക് ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ് ആ മാധ്യമം? വായു, പിന്നെ അടുത്തത് ഏതാണ്? നമ്മുടെ ജലം. ഓക്കെ, അപ്പൊ എത്ര മീഡിയം ഉണ്ട്? എത്ര മാധ്യമങ്ങളുണ്ട്? വായുവും ഉണ്ട്, അതുപോലെ തന്നെ ജലവും. അപ്പോ 2 മാധ്യമത്തിലൂടെ നമ്മുടെ ലൈറ്റ് അഥവാ നമ്മുടെ ഈ പ്രകാശം കടന്നു വരികയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ വായുവിൽ നിന്ന് ജലത്തിലേക്ക്, എന്താണ് മക്കളെ? വായുവിൽ നിന്ന് ജലത്തിലേക്ക് എൻ്റെ പ്രകാശം അല്ലെങ്കിൽ എൻ്റെ ലൈറ്റ് എന്താണ്? കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പെട്ടെന്നൊരു മാറുക അല്ലേ? നമുക്കൊരു നല്ല സ്മൂത്തായ റോഡിൽ നിന്ന് പെട്ടെന്നൊരു കുണ്ടുകുഴിയുള്ള റോഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ വണ്ടിയുടെ ഒരു ചലനത്തിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അതേ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ വായുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രകാശം പെട്ടെന്ന് എവിടേക്ക് എത്തുകയാണ്? ജലത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ജലത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവുകയാണ്. എന്താണ്? അതിൻ്റെ സഞ്ചാരപാതയ്ക്ക് എന്ത് വരികയാണ്? ഒരു വ്യത്യാസം ഉണ്ടാവുകയാണ്. ആ വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ്? അതിൻ്റെ സഞ്ചാരപാത ഒന്ന് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അതിലൊരു വ്യത്യാസം ഉണ്ടാകുന്നു. ആ വ്യത്യാസമാണ് നമുക്കിവിടെ പെൻസിൽ വളഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. ക്ലിയർ ആണോ? പെൻസിൽ പൊട്ടിപ്പോയതോ പെൻസിൽ വളഞ്ഞിരിക്കുന്നതോ അല്ല. എന്താണെന്ന് നമുക്ക് തോന്നുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്? ഞാൻ പറഞ്ഞു, ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് തിരിച്ചു വരും അല്ലെ? ഈ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? വായുവിൽ നിന്ന് ജലത്തിലേക്ക് എത്തുന്നു. അങ്ങനെ പെട്ടെന്ന് വായുവിൽ നിന്ന് ജലത്തിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് പെട്ടെന്നൊരു ജലത്തിലേക്ക് എത്തുക. അപ്പൊ അതിന്റെ സഞ്ചാരപാത അല്ലെങ്കിൽ ആ ഡയറക്ഷൻ, ആ ദിശയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു മാറ്റം സംഭവിക്കുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ വായുവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈറ്റ് പെട്ടെന്ന് എന്ത് ചെയ്തു? പെട്ടെന്നൊരു ദിശാവ്യത്യാസം, ദിശയിൽ എന്ത് സംഭവിച്ചു? ഒരു വ്യത്യാസം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കാരണമാണ് നമുക്ക് ഈ പെൻസിൽ പൊട്ടിപ്പോയതായിട്ട് നമുക്ക് തോന്നുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്ന മക്കളെ? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. എന്താണ്? റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. ലൈറ്റിന്റെ അപവർത്തനം എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഇതിനെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് വേറെ ഏതൊക്കെ കേസുകളിലാണ്, വേറെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ അപവർത്തനം നടക്കുക? ഞാൻ പറഞ്ഞു തരാം. അപവർത്തനം നടക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ഒരെണ്ണം എന്ന് പറയുന്നത് അവിടെ 2 മാധ്യമം ഉണ്ടായിരിക്കണം. എന്താണ്? 2ഓ 2ൽ കൂടുതലോ മാധ്യമം ഉണ്ടായിരിക്കണം. നിങ്ങൾ ചിന്തിക്കുക, ഒരു മാധ്യമം മാത്രമാണുള്ളത്. ഓക്കെ, വായുവിലൂടെ മാത്രമാണ്, ഒറ്റ മാധ്യമമേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? നോക്കുക, എൻ്റെ ഫസ്റ്റ് ഫിഗറിൽ നോക്കുക, ഗ്ലാസ്. ഈ ഗ്ലാസ്സിൽ ഏത് മാധ്യമമാണ് മക്കളെ ഉള്ളത്? വായു മാത്രമാണല്ലേ? എയർ അഥവാ നമ്മുടെ വായു അഥവാ എയർ, ഇത് മാത്രമാണ് എൻ്റെ ഈ ഗ്ലാസ്സിലുള്ളത് അല്ലെ?
വേറെ ഏതെങ്കിലും മാധ്യമമുണ്ടോ? ഇല്ല, വേറെ ഒരു മാധ്യമവും ഇല്ല. അതുകൊണ്ട് തന്നെ ഒറ്റ മാധ്യമമായതുകൊണ്ട് എൻ്റെ വെളിച്ചം അഥവാ എൻ്റെ ലൈറ്റ് എങ്ങനെ പോവുള്ളൂ? ഒരൊറ്റ ദിശയിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ. അവിടെ എന്തെങ്കിലും ദിശാമാറ്റം ഉണ്ടോ? ഇല്ല, ഒരു ദിശാമാറ്റവും ഇല്ല. എങ്ങനെയാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ പാതയിലൂടെ നമ്മുടെ വെളിച്ചത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എൻ്റെ പെൻസിലിന്? ഇല്ല, ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഈ ഒരു കേസിൽ എങ്ങനെയാ? രണ്ട് മാധ്യമമുണ്ട് അല്ലെ? അപ്പോ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് വെളിച്ചത്തിന് സഞ്ചരിക്കുമ്പോൾ അവിടെ എന്ത് വ്യത്യാസമുണ്ട്? അതിന്റെ പാത്തിന് അല്ലെ? അതിന്റെ പാത്തിനൊരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ദിശാ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയും? അപവർത്തനം എന്ന് പറയും. എന്താ വിളിക്കുക? അപവർത്തനം. പഠിച്ചോളുക. അപവർത്തനം അഥവാ റിഫ്രാക്ടി അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയും. എന്താണ് പറയാ? റിഫ്രാക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപവർത്തനം എങ്ങനെ വരും എന്ത് ഒക്കെ കൃത്യമായിട്ട് അറിയാലോ. ഒരു ട്രാൻസ്പെറന്റ് മീഡിയം അഥവാ നമ്മുടെ വെളിച്ചം കടന്നു പോകുന്ന തരത്തിലുള്ള മീഡിയത്തിലൂടെ മാത്രമേ അപവർത്തനം നടക്കുള്ളൂ. മരത്തിൽ അപവർത്തനം നടക്കുവോ? ഇല്ല. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. നോക്കുക, അടുത്ത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ്. ഇതല്ല, ഇത് കൂടാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം നമുക്ക് എന്താണെന്ന്. ഒരു ഗ്ലാസ് ട്രഫിൽ ഒരു ഗ്ലാസ് ട്രഫിൽ 1/4 ഭാഗത്തോളം ജലം എടുക്കുക. അപ്പൊ എത്രയാണ്? ഒരു 3/4 എന്ന രീതിയിൽ എന്തെടുക്കുക? വെള്ളം എടുക്കുക അഥവാ ജലം എടുക്കുക. ജലത്തിൽ ഒന്നോ രണ്ടോ തുള്ളി പാൽ ചേർക്കുക. ഒന്നോ രണ്ടോ തുള്ളി എന്താണ്? പാൽ ചേർക്കുക. അപ്പൊ നമ്മളൊരു ബീക്കർ എടുക്കുക അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക. അതിൽ 1/4 ഭാഗത്തോളം നമ്മൾ എന്ത് എടുക്കുക? വെള്ളം എടുക്കുക അഥവാ ജലം എടുക്കുക. അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി നമ്മൾ കുറച്ച് പാൽ ചേർക്കുക. ഓക്കെ, നെക്സ്റ്റ്, ട്രഫ് സുതാര്യമായ പേപ്പർ ഷീറ്റ് കൊണ്ട് അടയ്ക്കുക. എന്താ ഈ സുതാര്യമായെന്ന് വെച്ചാൽ വെളിച്ചം കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു ഷീറ്റ് ഉപയോഗിച്ച് അതെന്താ ചെയ്യാ? ഒന്ന് അടച്ചു വെക്കുക. ട്രഫിൽ ബാക്കി ഭാഗത്ത് പുക നിറച്ച ശേഷം ഒരു ലേസർ ടോർച്ചിൽ നിന്ന് പ്രകാശം ചിത്രത്തിൽ കാണുന്നത് പോലെ നമുക്ക് എന്താണ്? പതിപ്പിച്ച് നോക്കാം. നമുക്ക് എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. സി, നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ സാധിക്കും അല്ലെ? ഇതാണ് എൻ്റെ പാത്രം, ഇതാണ് എൻ്റെ ഫിഗർ, ഇതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന എൻ്റെ ഒരു ബീക്കർ അഥവാ ഒരു പാത്രം. ഇതിൽ എന്താണ്? 1/4 ഭാഗത്തോളം ഞാൻ എന്തെടുത്തിരിക്കുക മക്കളെ? വെള്ളം എടുത്തിരിക്കുകയാണ്. 1/4 ഭാഗത്തോളം ഞാൻ വെള്ളം എടുത്തിരിക്കുകയാണ്. ഈ 1/4 ഭാഗത്തോളം വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് പാൽ തുള്ളി അല്ലെ, ഒന്നോ രണ്ടോ തുള്ളി പാല് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അത് നമുക്കൊന്ന് വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമല്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു 1/4 ഭാഗമാണ് നമ്മൾ എന്ത് ചേർത്തത്? വെള്ളം ചേർത്തത്. ബാക്കി ഒരു 1/4 ഭാഗം ഉണ്ടായിരിക്കല്ലോ. ആ 1/4 ഭാഗത്തിലേക്ക് നമ്മൾ എന്താണ്? പുക നിറയ്ക്കുകയാണ് അല്ലെ? പുക നിറച്ചു വെക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? എത്ര തരം മാധ്യമമാണ് നമുക്ക് എൻ്റെ ഈ ബീക്കറിൽ നമുക്ക് കാണാൻ സാധിക്കുക? എൻ്റെ ഈ ബീക്കറിൽ എത്ര മാധ്യമങ്ങളാണ് ഉള്ളത്? ഒന്ന് നോക്കിയേ നിങ്ങള്. ഏതൊക്കെയാണ്? വായു, ജലം അല്ലെ? ജലം 1/4 ഭാഗമുണ്ട്, അതുപോലെ തന്നെ വായു ഉണ്ട് അല്ലെ? ജലവുമുണ്ട് വായുവുമുണ്ട് ആണല്ലോ, സംശയമൊന്നുമില്ല. അപ്പൊ നമ്മൾ അത് എടുത്തു വെച്ചു. അതിനുശേഷം ഞാനൊരു ലേസർ ടോർച്ച് എടുത്ത് എന്ത് ചെയ്യുകയാണ്? ഞാൻ എൻ്റെ രശ്മികളെ ഞാൻ കടത്തി വിടുകയാണ് അല്ലെ? പ്രകാശത്തെ ഞാൻ എന്താണ്? കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ചരിഞ്ഞ രീതിയിൽ, എപ്പോഴും നേർരേഖയിലല്ല, ഒന്ന് ചരിഞ്ഞ രീതിയിൽ എൻ്റെ പ്രകാശത്തെ ഞാൻ എന്താണ്? ഇവിടേക്ക് ഞാൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവിക്കുക? നോക്കാം. എൻ്റെ ഒരു ഗ്രീൻ കളറുള്ള ഒരു ലേസർ ടോർച്ചിൽ നിന്ന് ഞാൻ അടിക്കുകയാണ്. എൻ്റെ ഈ ബീക്കറിലേക്ക് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ഞാൻ പതിപ്പിക്കാൻ നോക്കുകയാണ്. എന്താ കാണാൻ നമുക്ക് സംഭവിക്കുക? ഈ രീതിയിൽ എൻ്റെ ടോർച്ചിൽ നിന്ന് വെളിച്ചം വന്നു അല്ലെ? ഈ ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ രണ്ട് മാധ്യമങ്ങളും കൂട്ടിമുട്ടുന്ന ആ ഒരു മീഡിയം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് എത്തിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രകാശത്തിന് അപവർത്തനം സംഭവിച്ചു. നോക്കുക, പ്രകാശത്തിന് ഒരു അപവർത്തനം സംഭവിച്ചു. ശരിക്കും പ്രകാശം എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കേണ്ടത്? ഈ നേർരേഖയിൽ ഇങ്ങനെ
പോകേണ്ട പ്രകാശം വായുവിൽ നിന്ന് ജലത്തിലേക്ക് എത്തിയപ്പോ എന്താ സംഭവിച്ചത്? അവിടെ ഒരു ദിശയ്ക്ക് എന്ത് സംഭവിച്ചു മക്കളെ? വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ശരിക്കും എങ്ങനെയാ പോകേണ്ടത്? നേർരേഖയിലാണ് പോകേണ്ടത് അല്ലെ? നേരെ, അല്ലെങ്കിൽ നമ്മുടെ കൃത്യമായ പാതയിലൂടെ അങ്ങ് നേരെ രീതിയിൽ പോകേണ്ടതാണ്. എന്നാൽ വായുവിൽ നിന്ന് ആ ജലത്തിലെത്തുന്ന ആ ഒരു സെക്കൻഡിൽ, ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് വ്യത്യാസം വന്നു? അതിന്റെ പാതയില് ഒരു വ്യത്യാസം ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? കണ്ടോ? ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അപവർത്തനം. എന്താണ് പറയാ? അപവർത്തനം. എങ്ങനെയാ അപവർത്തനം വരാനുള്ള കാരണം? രണ്ട് മാധ്യമം ഉണ്ടായിരിക്കണം അല്ലെ? ഈ രണ്ട് മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം എത്തും. പ്രകാശത്തിന്റെ പാത്തിന് അല്ലെങ്കിൽ ദിശയ്ക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകും? ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ചരിവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. എന്താണ് പറയാ? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, ഇവിടെ ജലം എടുത്തിട്ടുണ്ട്, വായു ഉണ്ട് അല്ലെ? വായുവിൽ നിന്ന് വെളിച്ചം വരുന്നു, കണ്ടല്ലോ? വായുവിൽ നിന്ന് പ്രകാശം എത്തുന്നു. എന്താണ് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രകാശത്തിനൊരു വ്യത്യാസം, പ്രകാശത്തിന്റെ രേഖയിൽ നമ്മുടെ പാത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു വ്യത്യാസം സംഭവിക്കുന്നു അല്ലെ? ശരിക്കും എങ്ങനെയാണ് പോകേണ്ടത്? ഈ രീതിയിൽ പോകേണ്ട പ്രകാശം എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന്റെ പാതയ്ക്കൊരു വ്യതിയാനം, ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കാണുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, നോക്ക്, ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ടിലേക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് അത് അപ്പോൾ തന്നെ എഴുതി വെക്കുക കേട്ടോ. നോക്കാം, ട്രഫിനുള്ളിൽ ഏതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് പ്രകാശരശ്മി സഞ്ചരിക്കുന്നത്? ഏതൊക്കെ മാധ്യമങ്ങളാണ് മക്കളെ എന്ന് പറഞ്ഞു തന്നെ? ഏതൊക്കെ മാധ്യമങ്ങളാണ്? ഏതൊക്കെയാണ്? ജലം, പിന്നെ ഏതൊക്കെയാണ്? വായു അല്ലെ? ജലം, വായു. ജലവും വായുവുമാണ് എന്ത്? രണ്ട് മാധ്യമങ്ങൾ. സംശയമുണ്ടോ? ജലവും വായുവുമാണ് രണ്ട് മാധ്യമങ്ങൾ. എൻ്റെ ഈ ബീക്കറിന്റെ ഉള്ളിലുള്ള രണ്ട് മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? ജലവും വായുവും. ഉത്തരം കിട്ടി. രണ്ടാമത്തെ ചോദ്യം, ഒരു മാധ്യമത്തിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ, ഏതാണ്? ഒരു മാധ്യമത്തിലൂടെ മാത്രം പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശ എന്താണ്? പ്രകാശപാതയുടെ ദിശ എപ്രകാരമായിരിക്കും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും മക്കളെ? ഒരു മാധ്യമം മാത്രമാണ് അല്ലെ? ഒരു മാധ്യമം മാത്രമാണെങ്കിൽ അതിന്റെ പ്രകാശപാതയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുമോ? ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. എന്തുണ്ടായിരിക്കില്ല? ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. രണ്ട് മാധ്യമമാണെങ്കിൽ മാത്രമേ ആ പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ദിശാ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ഒരൊറ്റ മാധ്യമമാണെങ്കിൽ ആ മാധ്യമത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കോ? ഇല്ല, ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. ഇനി ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ പ്രകാശരശ്മിക്ക് ദിശാവ്യത്യാസം അല്ലെ അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ? ദിശാവ്യതിയാനം ഉണ്ടാകുന്നുണ്ടോ മക്കളെ? യെസ്, ഉണ്ട് അല്ലെ? ഉണ്ടോ? ഉണ്ട്. എന്തുണ്ട്? ദിശാവ്യതിയാനം ഉണ്ട്. ഒരു ദിശാവ്യതിയാനം അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ കണ്ടല്ലോ അല്ലെ? ദിശാവ്യതിയാനം നമുക്ക് ഇവിടെ ദിശയ്ക്കൊരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അടുത്തത്, പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത്
എവിടെ വെച്ചാണ് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത്? ഈ ഒരു മാധ്യമത്തിന്റെ കണ്ടോ, ഈ രണ്ട് ജലം എന്ന് പറയുന്ന മാധ്യമവും വായു എന്ന് പറയുന്ന മാധ്യമത്തിന്റെയും ആ ഒരു സെന്റർ ഭാഗം അല്ലെ, അഥവാ നമ്മൾ ഈ ലൈനിൽ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഒരു വ്യതിയാനം സംഭവിക്കുന്നത് ആണല്ലോ. ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ ദിശയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതൊന്ന് എഴുതി വെക്കുക. ഓക്കെ, നോക്കി ഇനി ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നോട്ട് എന്ന രീതിയിൽ ഒന്ന് എഴുതി വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു സ്റ്റാർ ഒക്കെ ഇട്ട് വെച്ച് നമ്മൾ എഴുതി വെക്കുക. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുമോ? ലംബമായിട്ട് ശ്രദ്ധിക്കുക, ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്തെങ്കിലും ഒരു ദിശാവ്യതിയാനം ഉണ്ടാകുമോ? ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ട്രഫിലെ ജലോപരിതത്തിലേക്ക് ലംബമായി പതിപ്പിച്ചു നോക്കൂ. ഒന്ന് നോക്കാം നമുക്ക്. ലംബം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 90 ഡിഗ്രി 90 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യാ? ഇവിടെ നിന്ന് ഇവിടേക്ക് നമ്മൾ എന്താണ് ടോർച്ച് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ലേസർ ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ ലംബമായിട്ട് നമ്മൾ ഇതേപോലെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് എൻ്റെ പ്രകാശം പോവുകയാണെങ്കിൽ അതിൻ്റെ ദിശയ്ക്ക് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അതിന്റെ ദിശയ്ക്ക് ഒരു വ്യതിയാനവും സംഭവിക്കില്ല. അത് നോക്കുക, അതൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോ ഒരു ലംബമായിട്ടാണ് എൻ്റെ പ്രകാശം കടന്നു വരുന്നത് എങ്കിൽ ഒരു മീഡിയത്തിൽ നിന്ന് അഥവാ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അപവർത്തനം സംഭവിക്കുന്നില്ല. നോക്കുക, ഇവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ? എൻ്റെ വെളിച്ചത്തിന് അല്ലെങ്കിൽ എൻ്റെ പ്രകാശത്തിന്റെ രശ്മിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വളഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ല, നേർരേഖയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു കേസിൽ എന്ത് സംഭവിക്കില്ല? നമുക്ക് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ നടക്കില്ല. എപ്പോഴാണ്? പ്രകാശം ലംബമായിട്ട് വരികയാണെങ്കിൽ. എപ്പോ മാത്രമാണ്? പ്രകാശം ലംബമായിട്ട് വരുമ്പോൾ മാത്രം ഇവിടെ എന്ത് നടക്കില്ല? അപവർത്തനം നടക്കില്ല. അഥവാ 90 ഡിഗ്രിയിൽ പ്രകാശം വരികയാണെങ്കിൽ എൻ്റെ ഈ ബീക്കറിന് 90 ഡിഗ്രി ഓക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് നടക്കില്ല? അപവർത്തനം നടക്കില്ല എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇതൊന്നും നമ്മൾ വരച്ചു വെക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ചോദിക്കും, ലംബമായിട്ട് വരുമ്പോൾ അവിടെ അപവർത്തനം നടക്കുമോ, കാരണം എന്ത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ ആ തരത്തില് ഈ ഭാഗം ഒന്നൊന്ന് സൂക്ഷിച്ചു നോക്കുക. ഓക്കെ, നോട്ടിലേക്ക് എല്ലാവരും നോട്ട് എഴുതുക, കൃത്യമായിട്ട് ഇത് വരച്ചു വച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ എപ്പോൾ ഒരു റേ ഡയഗ്രാം വരയ്ക്കുമ്പോഴും വായു ഏത് മാധ്യമമാണെന്ന് നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. ഓക്കെ, മാധ്യമം ഏതാണ്? ജലമാണോ വായുവാണോ എന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ നോട്ടാക്കി ഇത് എഴുതി വെക്കുക കേട്ടോ. നോട്ടാക്കിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ബോക്സ് ഒക്കെ ആയിട്ട് എഴുതി വെക്കുക. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത പ്രകാശപാത നേർരേഖയിലായിരിക്കും അല്ലെ, സംശയമൊന്നുമില്ലല്ലോ, നേർരേഖയിലായിരിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക്, മാധ്യമം ഏതോ ആയിക്കോട്ടെ, ഇപ്പൊ വായുവിൽ നിന്ന് നമ്മുടെ ജലത്തിലേക്ക്, അല്ലെങ്കിൽ ജലത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ ജലത്തിൽ നിന്ന് വായുവിലേക്ക്, ഏതോ ആയിക്കോട്ടെ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ എന്താ നമുക്ക് അവിടെ സംഭവിക്കുന്നത് നോക്കാം. മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ, ഇത് ഏതാ മക്കളെ ഈ വിഭജന തലം എന്ന് പറയുന്നത്? ഇതാണ് മാധ്യമങ്ങളുടെ വിഭജന തലം. കണ്ടല്ലോ, ഇതാണ് മാധ്യമങ്ങളുടെ വിഭജന തലം. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. ഈ വിഭജന തലത്തിൽ വെച്ച് അതിനെന്ത് സംഭവിക്കുന്നു? ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നു. എന്ത് സംഭവിക്കുന്നു? അതിനൊരു പ്രകാശത്തിനൊരു ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ? നമ്മൾ എന്ത് പറയുന്നു? അപവർത്തനം. ലംബമായി നോക്കുക, ഇത് അടുത്തൊരു പോയിന്റ് ആണ് മക്കളെ. 3 പോയിന്റുകളാണുള്ളത്. ഈ 3 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ,
ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. അപ്പൊ ഈ 3 പോയിന്റുകള് അപവർത്തനത്തിന്റെ ഭാഗത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി നോക്കാം. ഓക്കെ, അപ്പൊ നോട്ടായിട്ട് എഴുതി വെക്കുക. ഈ 3 പോയിന്റുകൾ ഓർത്ത് വെക്കുക. എന്താണ് അപവർത്തനം എന്ന് ഒരാൾ ചോദിക്കുമ്പോ ഈ 3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പ്രകാശപാത ആയിരിക്കുമല്ലോ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം എന്താണ്? ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അവർക്ക് എന്ത് സംഭവിക്കും? ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിൽ നമ്മൾ പറയുന്ന പേരാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. ഇനി ലംബമായിട്ടാണ് എൻ്റെ പ്രകാശം വരുന്നതെന്ന് വിചാരിക്കുക. ലംബമായിട്ട് എൻ്റെ പ്രകാശം വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു വ്യതിയാനവും ഒരു ദിശാവ്യതിയാനവും സംഭവിക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ദിശാവ്യതിയാനവും അവിടെ സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം? ഇവിടെ അപവർത്തനം സംഭവിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഈ 3 പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഈ 3 പോയിന്റുകൾ എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോട്ട് ബുക്കിലേക്ക് എല്ലാവരും എഴുതി വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിത് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ എല്ലാവരും കാറിൽ യാത്ര ചെയ്തവരായിരിക്കുമല്ലോ, ആണല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും കാറിൽ യാത്ര ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, നല്ല മിനുസമുള്ള ഒരു പ്രതലത്തിൽ നിന്ന് ഭയങ്കര പരുക്കനായ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റോഡിൽ നിന്ന് കുറച്ച് കുണ്ടും കുഴിയും ഒക്കെയുള്ള ഒരു റഫ് ആയിട്ടുള്ള റോഡിലേക്ക് നമ്മുടെ കാറ് പ്രവേശിക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? ഒരു ടോയ് കാർ ആണെങ്കിലും കുഴപ്പമില്ല, അതിന്റെ ചലന വേഗതയ്ക്കും ചലന ദിശയ്ക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നോക്കാം. എന്താണ് അതിന്റെ ചലന വേഗത? സ്പീഡ് അല്ലെ? ചലന വേഗതയ്ക്കും ചലന ദിശയ്ക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കുക, നിങ്ങൾ ഒരു കാർ നമുക്കിവിടെ എടുത്തിരിക്കുന്നുണ്ട് അല്ലെ. നല്ല സോഫ്റ്റ് റോഡാണെന്ന് വിചാരിക്കുന്നത്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡ്. ആ റോഡിൽ നിന്ന് നല്ല കുണ്ടും കുഴിയുമുള്ള റോഡിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ, വളരെ കുണ്ടും കുഴിയുള്ള റോഡിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക? നോക്കുക, വളരെ സ്മൂത്ത് ആയുള്ള റോഡ്, നല്ല സ്പീഡ്, നമ്മളൊരു ഹൈവേയിലൂടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? വളരെ സ്മൂത്ത് ആയിട്ട് കാറിന് ഒരു പ്രശ്നവും ഇല്ലാതെ അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. പക്ഷെ പെട്ടെന്ന് വളരെ മോശമായ റോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താ സംഭവിക്കുക? വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അതിന്റെ വേഗത കുറച്ചുകൂടെ കൂടുവോ അതോ കുറയൂ അല്ലെ. നല്ല സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന കാർ എന്ത് ചെയ്യും? ഒന്ന് സ്പീഡൊക്കെ കുറച്ച് മെല്ലെ മെല്ലെ നമ്മുടെ ഓരോ കുണ്ടും കുഴിയും കവർ ചെയ്ത് മെല്ലെ മെല്ലെ സഞ്ചരിക്കും അല്ലെ. എന്ന് വെച്ചാൽ അതിന്റെ വേഗത കുറയും. സംശയമൊന്നുമില്ലല്ലോ. വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ നിന്ന് റഫായ റോഡിലേക്ക് പോകുമ്പോൾ അതിന്റെ വേഗത കുറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ദിശയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? നല്ല സ്മൂത്ത് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പെട്ടെന്നൊരു കുണ്ടും കുഴിയും ദിശയൊക്കെ ഒന്ന് മാറി നമ്മളൊന്ന് ഷെയ്ക്ക് ആവുമല്ലോ, കാറിൽ നമ്മളൊന്നിങ്ങനെ ഷെയ്ക്കായി പോകുമല്ലോ. യെസ്, അപ്പോ അതിന്റെ ദിശയ്ക്കും ഒരു വ്യത്യാസം ഉണ്ടാകും. ഇത് തന്നെയാണ് നമ്മുടെ പ്രകാശത്തിനും സംഭവിക്കുന്നത്. നോക്കുക, മിനുസമുള്ള പ്രതലവും പരുപരുത്ത പ്രതലവും. നോക്കുക, നല്ല മിനുസുള്ള പ്രതലത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് ഫാസ്റ്റ് ആയിരിക്കും അല്ലെ, നല്ല സ്പീഡിൽ നമുക്ക് വരാൻ സാധിക്കും. എന്നാൽ പരുപരുത്ത ഒരു പ്രതലമാണെങ്കിലോ നമുക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ അതിന്റെ നമുക്ക് അതിലുള്ള ദിശയിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് പ്രകാശത്തിനും സംഭവിക്കുന്നത്. എന്താണ് നോക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ പോയിക്കൊണ്ടിരിക്കേണ്ടതായിരിക്കും. പക്ഷെ ഈ പരുപരുത്തതായത് കാരണം അവിടെ എന്ത് സംഭവിക്കുന്നു? ആ ഭാഗത്തുമ്പോ കാറിന്റെ ദിശയ്ക്കൊരു വ്യത്യാസം സംഭവിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പ്രകാശത്തിനും സംഭവിക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് പ്രകാശത്തിനും സംഭവിക്കുന്നത്, ദിശാവ്യത്യാസവും. അപ്പൊ എന്ത് മനസ്സിലാക്കുക? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ പ്രകാശ വേഗതയ്ക്ക് അതിന്റെ വേഗതയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വേറെന്ത് വ്യത്യാസമുള്ളത്?
അതിൻ്റെ വേഗത മാത്രമല്ല ദിശാവ്യതിയാനവും സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ദിശാവ്യതിയാനവും ചലന വേഗതയിലും വ്യത്യാസമുണ്ട് ഉണ്ടല്ലോ. അപ്പോ ഒരു അപവർത്തനം നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രകാശത്തിന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക? ചലന വേഗത, പ്രകാശം വരുന്ന വേഗതയ്ക്ക് വ്യത്യാസമുണ്ട്. ഒരു മാധ്യമത്തിലുള്ള പ്രകാശ വേഗതയായിരിക്കില്ല മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ ഉണ്ടായിരിക്കുക. അതിന്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കും? വ്യത്യാസം സംഭവിക്കും. അപ്പം മനസ്സിലാക്കുക, ഓരോ മാധ്യമത്തിലും നമ്മുടെ പ്രകാശത്തിന് ഓരോ വേഗതയായിരിക്കും. വായുവിൽ ഒരു വേഗതയായിരിക്കും, ജലത്തിൽ ഒരു വേഗതയായിരിക്കും, അത് ഇനി ഗ്ലാസ്സിലാണെങ്കിൽ വേറെ ഒരു വേഗതയായിരിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താ മക്കളെ? ഇനി അതിന്റെ ദിശയിലൊരു വ്യതിയാനം തീർച്ചയായും സംഭവിക്കും എന്ന കാര്യം, 2 പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അത് ഇപ്പോൾ തന്നെ നോട്ടിൽ എഴുതുകയും ചെയ്യാം. ഓക്കെ, എഴുതിയാലും നിങ്ങൾക്ക് ഓർത്ത് വെക്കുള്ളൂ. അപ്പൊ ഈ 2 കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, പ്രകാശത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, കാറിന്റെ ചലനദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ചലനദിശയ്ക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ആ ദിശ മാറുന്നുണ്ട്. യെസ്, ഉണ്ട്. എവിടെ വെച്ചാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്? എവിടെ വെച്ചിട്ടാണ് മക്കളെ? എവിടെ വെച്ചിട്ടാണ്? ഈ ഒരു ഭാഗത്ത് അല്ലെ, മിനുസമുള്ള പ്രതലത്തിൽ നിന്ന് നമ്മൾ ആ പരുപരുത്ത പ്രതലത്തിലേക്ക് എത്തുന്ന ആ ഒരു ഭാഗം അല്ലെ, അവിടെ വെച്ച് നമുക്ക് വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. മിനുസമുള്ള പ്രതലത്തിലൂടെയും പരുപരുത്ത പ്രതലത്തിലൂടെയും ഒരേ വേഗത്തിലാണോ കാർ നീങ്ങുന്നത്? ആണോ? അല്ല. അല്ലെ? ആണോ? അല്ല. വ്യത്യാസമുണ്ട് അല്ലെ? ഒരേ വേഗത്തിലാണോ? അല്ല, വേഗതയില് വ്യത്യാസമുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള റോഡിലൂടെ നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്യും, നല്ല വേഗത്തില് ട്രാവൽ ചെയ്യും. എന്നാൽ പരുപരുത്ത റോഡിലൂടെ വേഗത കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി വെരി ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കുക. ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം, ഇത് പോയിന്റ് ആക്കി, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം പോയിന്റ് ആക്കി വെച്ചിരിക്കുകയാണ്, അതൊന്ന് നോക്കുക. മാറുന്നത് മൂലം കാറിന്റെ വേഗതയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടല്ലോ അല്ലെ? യെസ്, അതിന്റെ ദിശയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. കാരണം എന്താ? കാരണം എന്താണ്? അപവർത്തനം. അതിന്റെ കാരണം എന്താ മക്കളെ? അപവർത്തനം. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത വ്യത്യസ്തമാണ്. ഓക്കെ, പ്രകാശത്തിന് ഓരോ മാധ്യമത്തിലും അതിന്റെ വേഗത എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിനുള്ള കാരണം. അപ്പൊ ദിശാവ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാ ദിശയ്ക്ക് ഒരു വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാവാനുള്ള കാരണം? എന്തുകൊണ്ടാണ്? പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, പ്രകാശം വളരെ സ്പീഡിൽ വന്നിട്ട് പെട്ടെന്നൊരു വേഗതയ്ക്ക് കുറയുമ്പോൾ അതിന്റെ ദിശ മാറുന്നു. അതുകൊണ്ടാണ് ദിശാവ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ദിശാവ്യത്യാസം ഉണ്ടാകുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരമാണിത്. ഓക്കെ, ഒന്ന് നോട്ടിൽ എഴുതി വെക്കുക. അപ്പൊ ദിശാവ്യത്യാസത്തിനുള്ള കാരണം, അല്ല ദിശാവ്യതിയാനത്തിനുള്ള കാരണം എന്താ മക്കളെ? നമ്മുടെ വേഗത, പ്രകാശത്തിന്റെ വേഗത ഒരു മാധ്യമത്തിൽ ഒന്നായിരിക്കും, മറ്റൊരു മാധ്യമത്തിൽ വേറൊരു വേഗതയായിരിക്കും. ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നോക്കാം, വേഗതയും മാധ്യമങ്ങളും നമുക്ക് നോക്കാം. ഓരോ മാധ്യമങ്ങളിലും എത്രത്തോളമാണ് വേഗത, പ്രകാശത്തിന്റെ വേഗത എന്ന് നമുക്ക് നോക്കാം. വായുവിൽ നമ്മൾ എപ്പോഴും നോക്കുക, 4 മാധ്യമങ്ങളാണ് മക്കളെ നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ആ 4 മാധ്യമങ്ങളെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. ഏതൊക്കെയാണ് ആ 4 മാധ്യമങ്ങൾ? നോക്കാം. വായു, ജലം, ഗ്ലാസ്, വജ്രം. ഏതാണ്? വായു, ജലം, ഗ്ലാസ്, വജ്രം. ഇതെല്ലാം എന്താണ്? ഇവയെല്ലാം നമ്മുടെ പ്രകാശത്തെ കടത്തി വിടുന്നവയാണ്. അപ്പോ ഈ എല്ലാ മാധ്യമത്തിലൂടെയും അപവർത്തനം നടക്കുമെന്ന് ഓർത്തു വെക്കുക. ഇനി വായുവിലൂടെ പ്രകാശം എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത് നമുക്ക് നോക്കാം.
3 into 10 raised to 8 meter per second. എന്താണ് 3 into 10 raised to 8 എന്ന് വെച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡിൽ. ഓക്കെ, അപ്പൊ നോക്കുക, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. എന്താണ്, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ നമ്മുടെ വായുവിന് സഞ്ചരിക്കാൻ സാധിക്കും. വായുവിലൂടെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യമാണ് ആര്, നമ്മുടെ പ്രകാശം എന്ന് പറയുന്നത്. ഓക്കെ, പ്രകാശം വായുവിലൂടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ആരാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ ഏകദേശം വേഗതയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, നമ്മൾ 1 എന്ന് പറയുമ്പോൾ 3 ലക്ഷം കിലോമീറ്റർ അത് സഞ്ചരിക്കും. എന്ത് അത്ഭുതമാണല്ലേ. നമ്മൾ 1 എന്ന് പറയുമ്പോൾ 3 ലക്ഷം കിലോമീറ്റർ തന്നെ ചില്ലറയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ജലത്തിലൂടെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2.25 എന്നല്ലേ, 2.25. That means 2.25 into 10 raised to 8 meter per second. Then ഗ്ലാസിലൂടെ എത്ര വേഗതയിലാണ് സഞ്ചരിക്കുക നോക്കിയാലോ. 2 into 10 raised to 8 meter per second. Then വജ്രം അഥവാ നമ്മള് ഡയമണ്ട് എന്ന് പറയും അല്ലെ. വജ്രം 1.25 into 10 raised to 8 meter per second. 1.25 into 10 raised to 8 meter per second. ഈ 4 വാല്യൂസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഒരു വളരെ സിമ്പിൾ ആണ്. ഈ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ഏതാണ്, വായു, ജലം, ഗ്ലാസ്, വജ്രം. അത് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ വായുവിന്റെ വാല്യൂ എത്രയാണ്, 3. 3 into 10 raised to 8. 10 raised to 8 meter per second എല്ലാത്തിലും ഉണ്ട്. അപ്പൊ നോക്കുക, വായുവില് 3. ദെൻ നമ്മൾ അടുത്തതാണ് എന്താ, അടുത്തത് നമ്മുടെ ഏതാണ്, ജലത്തിൽ ഒന്ന് കുറയ്ക്കുക. 2.25. എത്രയാണ്, 2.25. അടുത്തത് ഗ്ലാസ് ആണ്. അതിൽ ആ 25 കൂടെ കുറയ്ക്കുക. 2. ഗ്ലാസിന്റെ സ്പീഡ് എത്രയാണ്, 2. ഗ്ലാസിലൂടെ സഞ്ചരിക്കുന്ന സ്പീഡ് 2 into 10 raised to 8 ഓർത്ത് വെക്കുക. അത് എന്തായാലും എഴുതി വെക്കുക. 2 into 10 raised to 8 meter per second. ഇനി വജ്രം കുറച്ചുകൂടെ കുറയ്ക്കുക. 1.25. എന്താണ്, 1.25. ആ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക. ആദ്യത്തത് 3 ആണ്, പിന്നെ 2.25, പിന്നെ 2, പിന്നെ 1.25. സിമ്പിൾ ആണല്ലോ. ഇത് ഓർത്ത് വെക്കുക. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പൊ നോക്കുക, പ്രകാശത്തിന്റെ വേഗത. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അഥവാ പ്രകാശിക സാന്ദ്രത. സാന്ദ്രത എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. സാന്ദ്രത, പ്രകാശത്തിന്റെ സാന്ദ്രത എന്താണിത് നമുക്ക് നോക്കാം. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെ, എന്താണ്, ഒരു മാധ്യമത്തിലൂടെ പ്രകാശവേഗത അല്ലെ, ആ പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ആ മാധ്യമത്തിന്റെ കഴിവിനെ മാധ്യമത്തിന്റെ പ്രകാശിക കാന്തികത അല്ലെ, പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നു. എന്താണ്, പ്രകാശിക